കട്ടാക്ഷം പറയണം. ഇവിടുത്തെ നിയമങ്ങളൊക്കെ നിയമം നിർമ്മിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്, അല്ലാതെ ഇവിടുത്തെ മനുഷ്യർക്ക് വേണ്ടിയിട്ടുള്ളതല്ല. ഇവിടുത്തെ മനുഷ്യന് വേണ്ടിയിട്ടോ ഇവിടെ ജീവിക്കുന്ന ജീവിതങ്ങൾക്ക് വേണ്ടിയിട്ട് മാന്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നിയമമാണ് ഇനിയും വരുന്ന ഗവൺമെന്റുകളും സർക്കാരും ജനങ്ങളും എല്ലാം ഒരുമിച്ച് ചെയ്യേണ്ടത്. അതുകൊണ്ട് നിങ്ങൾ ആ വഴി കാര്യങ്ങളിൽ നിങ്ങൾ മുൻതൂക്കം കൊടുത്തു വേണം, അല്ലാതെ ഈ കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കുക അല്ലെങ്കിൽ അവരെ ഹറാസ് ചെയ്യുക എന്ന് പറയുന്നതല്ല ശരി. പ്രതീക്ഷയുടെ എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ എഴുതിയ ഒരു ഡയലോഗാണിത്. ഷൂട്ടിംഗ് ഒക്കെ നന്നായിട്ട് പുരോഗമിക്കുന്നുണ്ട്. പ്രതീക്ഷയോടെ എന്നാണ് സിനിമയുടെ പേര്. ബാലവേലയാണ് സിനിമയുടെ പ്രമേയം. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമ്മൾ കാണുന്ന ഒരു ഇഷ്യൂവാണ്. നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയാൽ, നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാൽ, അല്ലെ നമ്മളൊരു എയർപോർട്ടിൽ നിന്നാലൊക്കെ അവിടെ ഏറ്റവും കൂടുതൽ കാണുന്നത് കുട്ടികളെ ചൂഷണം ചെയ്യപ്പെടുക, കുട്ടികളെ കൊണ്ട് തെണ്ടൽ നടത്തിക്കുക, അല്ലെങ്കിൽ കുട്ടികളെ കൊണ്ട് ചരസ് സ്കൂളിൻ്റെ ഒക്കെ മുന്നിലൊക്കെ വിൽപ്പിക്കുക. അങ്ങനെ കുട്ടികളെ ഒരു ഫോഴ്സ്ഡ് സിറ്റുവേഷനിൽ ബാലവേല ചെയ്യിക്കുന്നവരെ നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് മാത്രമാണ് എനിക്ക് തോന്നി അതിനെപ്പറ്റി ഒരു കഥ എൻ്റെ മനസ്സിൽ വന്നു. അങ്ങനെ ഈ യാത്രകളിൽ അതൊരു കഥയായി, പിന്നെ അതൊരു തിരക്കഥയായി. അതിങ്ങനെ മനസ്സിലിങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഒരു വനിത ഒരു ടെലിഫിലിം ഒക്കെ എടുക്കുന്ന ഒരു മൂവി ഒക്കെ എടുക്കുന്ന ഒരു കുട്ടിയെ കണ്ടു, ഒരു ആളെ പരിചയമായി. അപ്പം ഞാൻ സ്നേഹത്തോട് ചോദിച്ചു, ഇങ്ങനെ എനിക്കിങ്ങനെ ഒരു ആവശ്യമുണ്ട്, തൻ്റെ ഇടമുണ്ടോ ഒരു വനിതാ സംവിധായികയായി ഈ രംഗത്തേക്ക് വരാനെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്നെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ഞാനത് ചെയ്യാമെന്ന് പറഞ്ഞു. എനിക്കതിലൊരു വിശ്വാസം. മുകേഷ്, ശ്വേത, സുരാജ്, ആർട്ടിസ്റ്റുകൾ വേറെയുണ്ട് സിനിമയിൽ. ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ഓൺ ഗോയിങ്.